നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എല്ലാ ചേഞ്ചസിനോടും കണ്ണ് ഒരുപോലെയല്ല റെസ്പോണ്ട് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് പ്രഗ്നൻസി ടൈമിൽ കണ്ണിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ചില പേഷ്യൻസ് ഒരു കംപ്ലൈൻറ്റ് പോലെ പറയാറുള്ള കാര്യമാണ്, പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ കണ്ണടയും കാഴ്ചക്കുറവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം കാഴ്ചക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കാണപ്പെടുന്ന ഒരു സിനാരിയോ ആണ്. നമ്മുടെ ശരീരം പൊതുവെ ഒരു ഹാർഡായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ ഈ ഹാർഡ്നെസ് കുറച്ചൊരു ഇലാസ്റ്റിസിറ്റി കൂട്ടേണ്ട ആവശ്യമുണ്ട്. എന്നാലേ ഒരു കുഞ്ഞിന് നമ്മുടെ ശരീരത്തിൽ വളരാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂസും കൊളാജനും എല്ലാം അതിൻ്റെ ഒരു സ്ട്രക്ചറൽ റിജിഡിറ്റി ഒന്ന് ലൂസ് ചെയ്തിട്ട് നമ്മുടെ ബോഡി കുറച്ചൊന്ന് ഇലാസ്റ്റിക് ആവാറുണ്ട്. ഈ ഒരു ചേഞ്ച് ത്രൂ ഔട്ട് ബോഡിയിൽ ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. ഈസ്ട്രോജന്, പ്രൊജസ്ട്രോണ് തുടങ്ങിയ ഹോർമോൺസ് എല്ലാം പ്രഗ്നൻസി ടൈമിൽ വളരെ ഹൈ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോൺസ് അധികമായിട്ട് സിന്തസിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിലെ കോർണിയയുടെ ബയോമെക്കാനിക്സിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഇനി ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാനൊന്ന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മുടെ കോർണിയാണെന്ന് വിചാരിക്കുക. ഈ കോർണിയ കമ്പോസ് ചെയ്തിരിക്കുന്നത് 78% വാട്ടർ കൊണ്ടാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ അക്യൂസ് എന്ന് പറഞ്ഞൊരു ജെല്ലും ഫ്രണ്ട് സൈഡിൽ കണ്ണീര്, അതായത് ടിയർ ഫിലിമും ഉണ്ട്. സോ ഇതിന്റെ ഉള്ളിലുള്ള 78% വാട്ടറും ഇതിന്റെ ബാക്കിലുള്ള അക്യൂസിൽ നിന്നും ടിയറിൽ നിന്നും എല്ലാം ഒരു എക്സ്ചേഞ്ച് നടത്തി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ കോർണിയയുടെ ബയോമെക്കാനിക്സ് എന്ന് പറയാം. സോ നമ്മൾ പറഞ്ഞു, പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം സ്ട്രക്ചറൽ റിജിഡിറ്റിക്ക് കുറവുണ്ടായിട്ട് ഇലാസ്റ്റിസിറ്റി കൂടും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഈ 78% എന്നുള്ളത് ചിലപ്പോൾ ഒരു 79-80% അങ്ങനെയാവും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ തിക്നെസ് കൂടും, ടോട്ടൽ കർവേച്ചറിലും മൈൽഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരും. ഈ ചേഞ്ചാണ് ആക്ച്വലി കണ്ണിൽ റിഫ്രാക്റ്റീവ് എറർ ഉണ്ടാക്കുന്നത്. പ്രഗ്നൻസി ടൈമിൽ ഹൈ ആയിട്ടിരിക്കുന്ന ഈ ഹോർമോൺസിൻ്റെ എമൗണ്ട് എല്ലാം ആഫ്റ്റർ ഡെലിവറി ബാക്ക് ടു നോർമലിലേക്ക് വരും. സോ കണ്ണിലെ കാഴ്ചക്കുറവും ഡെലിവറി കഴിഞ്ഞൊരു 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ നോർമൽ ആയിക്കോളും. ഇത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഒരു ചേഞ്ച് മാത്രമാണ്. സോ അതുകൊണ്ട് ഇതിനെപ്പറ്റി അധികം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാസിക്, കോണ്ടാക്ട് ലെൻസ്, ICL, അതുപോലെ കണ്ണടയുടെ ലെൻസ് മാറുന്നത്, ഇതെല്ലാം ഈ ഒരു ടൈമിൽ പരമാവധി ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് കണ്ണടയുടെ ലെൻസ് മാറണമെന്നുണ്ടെങ്കിലും വളരെ ചീപ്പായിട്ടുള്ള ഒരു ലെൻസ് മാത്രം മാറുക. ഇത് കൂടാതെ കണ്ണിൽ വേറെയും കുറേ ചേഞ്ചസുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബൈ.